Hi all, welcome back to Lovable Psycho. Let me introduce myself very briefly. എൻ്റെ പേര് റിഷ്. ഇൻഫാക്ട് ഇറ്റ്സ് മൈ ഷോർട്ട് ഒഫീഷ്യൽ നെയിം ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോറി, അറൌണ്ട് 2 minutes, but I have kept it separate. Many thanks to YouTube chapters feature. So feel free to skip it and jump to the main topic. ഞാനൊരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. ലൈക്സ്, മോണിറ്റൈസേഷൻ, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ഐ യൂസ് ടു സ്പെൻഡ് ടൈം ടു ഹെൽപ്പ് മൈഗ്രൻസ് ഗെറ്റ് ദെയർ ഫസ്റ്റ് റോൾ. റീസെൻ്റ്ലി എനിക്ക് അത് ചെയ്യാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. സോ ഐ തോട്ട് ആസ് പാർട്ട് ഓഫ് മൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ടു ഹെൽപ്പ് മൈ ഫെലോ ഫ്രണ്ട്സ് ആൻഡ് മൈഗ്രൻസ് ആൻഡ് ദെയർ ഫ്രണ്ട്സ്, ഞാൻ കരുതി ഐ വിൽ ഡു വീഡിയോസ് ഓഫ് എവറിഥിങ് ദാറ്റ് മേ ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ഹിയർ ഇൻ ന്യൂസിലാൻഡ് ആൻഡ് അറൗണ്ട് ദ വേൾഡ്. സോ എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ ഐ ബി മോർ ദാൻ ഹാപ്പി അബൌട്ട് ദിസ്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്കസിങ് അബൌട്ട് എ സിംഗിൾ ടോപ്പിക് ആൻഡ് പർപ്പസ്ഫുള്ളി കെപ്റ്റ് ബ്രീഫ് because I feel it's better to talk about one thing at a time and give it the attention it deserves. Everything that I share here comes from my own job search and experience, continuous learning, research and commonly accepted industry practices. However, ഒരു കാര്യം മനസ്സിലാക്കുക, every employer, recruiter, organization and hiring process is unique, and recruitment practices, interview expectations and employment process can vary significantly across employers, industries and countries. So as a result, there is no single perfect approach that works for everyone. I always want to say this during job search. Take whatever that helps you and ignore whatever that doesn't, and always follow what suits your path. Every person is different, every situation is different as well, and their job search journey is very different. I am not claiming to have all the answers. These are experiences and insights shared with a genuine intention that they may help someone move closer to their goal. When you're listening to the audio anytime, ഞാൻ വിഷ്വൽസ് കൂടി കാണാൻ സജസ്റ്റ് ചെയ്യും, ബിക്കോസ് വിഷ്വൽസ് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കും ആൻഡ് ദേ ആർ റിച്ച് ഇൻ ഇൻഫർമേഷൻ. ഈ വീഡിയോസിന് വേണ്ടിയുള്ള പ്ലാനിങ് ടൈമൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഫൈനലി, ഇഫ് anyone wants to get in touch regarding anything, here is my email, write-to-rish.nz@gmail.com. So നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഒരു ജോബ് സീക്കർ, പ്രത്യേകിച്ച് ഒരു മൈഗ്രൻ്റ് കൺട്രിയിൽ ജോബ് സെർച്ച് ചെയ്യുമ്പം അവർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉണ്ടാവുന്നത് അബൌട്ട് അവർക്ക് ഇൻ്റർവ്യൂ കിട്ടാത്തപ്പോഴാണ്. അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങും, എന്തെങ്കിലും റോങ് ആണോ എൻ്റെ സി വിയിൽ, ഞാൻ ബ്ലാക്ക് ലിസ്റ്റഡ് ആയോ, എന്തുകൊണ്ടായിരിക്കും എനിക്ക് കോൾ വരാത്തത്, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ടാവും. സോ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് ലിസ്റ്റിനെ പറ്റി സംസാരിച്ചിരുന്നു. സോ ജസ്റ്റ് വാണ്ടഡ് ടു റിവൈസ് ദാറ്റ് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി റിസർച്ച്ഡ് അബൌട്ട് ഇറ്റ്. ദർ ഇസ് നത്തിങ് കോൾഡ് എ ബ്ലാക്ക് ലിസ്റ്റ്. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഒന്നുമില്ല ദാറ്റ് കണക്ട്സ് ഓൾ എംപ്ലോയേഴ്സ് ആൻഡ് ഹയറിംഗ് മാനേജേഴ്സ്. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മിത്താണ്. പക്ഷേ there are situations where your CVs can get flagged. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്ലാഗിങ്ങിനെ പറ്റിയാണ്. എന്തൊക്കെ റീസൺസ് കൊണ്ടായിരിക്കാം നമ്മുടെ CV ഫ്ലാഗ്ഡ് ആവുന്നത്. സോ if you look at the visuals, the first reason, inconsistent employment dates. Say for example, നമ്മൾ നമ്മുടെ സി വിയിൽ പറയുവാണ് ദാറ്റ് വി വർക്ക്ഡ് സംവെയർ ബിറ്റ്വീൻ January 2022 to December 2024. എന്നിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇറ്റ് സേസ് March 2022 ടു പ്രസൻറ്റ്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ഇറ്റ്സ് ലൈക്ക് February 2022 ടു October 2024. ശരിക്കും പറഞ്ഞാൽ ഈ ചേഞ്ചസ് ഒക്കെ നമ്മൾ മേക്ക് ചെയ്തത് മേ ബി ഡ്യൂ ടു പേർപ്പസ്ഫുൾ ആയിരിക്കത്തില്ല. ഇറ്റ് മൈറ്റ് ബി ഡ്യൂ ടു ഇന്നസെൻറ്റ് റീസൺസ്. പക്ഷേ മേ ബി വി മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ടു അപ്ഡേറ്റ് ഇറ്റ്. പക്ഷേ ഒരു റിക്രൂട്ടറിൻ്റെ മൈൻഡിൽ ദേ സ്റ്റാർട്ട്സ് വണ്ടറിങ് ലൈക്ക് വിച്ച് വൺ ഇസ് കറക്റ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു റിക്രൂട്ടർ സെൽഫായിട്ട് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ they naturally become more cautious. So one of the best things that you can do is to regularly check that your employment dates are consistent across all platforms. ഇതാണ് reason one, like having different employment dates here and there, which makes employer think that
they keep wondering which is your right profile sort of thing. അപ്പം അത് അവർക്കൊരു ഫ്ലാഗ് റേസ് ചെയ്യും. റീസൺ 2, ഡിഫറെൻറ്റ് ജോബ് ടൈറ്റിൽസ് ഫോർ ദ സെയിം റോൾ. നമ്മുടെ ജോബ് ടൈറ്റിൽ ഒരുപാട് മാറ്റുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു റോളിന് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേന് ഞാൻ പറഞ്ഞ ഐ എം ഓട്ടോമേഷൻ ടെസ്റ്റ് ലീഡ്. അടുത്ത റോളിന് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേന് ഐ ഹാവ് അപ്ലൈഡ് ലൈക്ക് എ സീനിയർ ക്യൂ എഞ്ചിനീയർ. ലിങ്ക്ഡിനിൽ ഞാൻ എന്നെ ഒരു ടെസ്റ്റ് അനലിസ്റ്റ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്മോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. Maybe you might be tailoring it, your title slightly to the match the industry language. But if you're completely changing your role title every time you apply, recruiters may start asking like, what was this person's last actual role? So remember this, tailor the description of your experience, but don't keep changing who you are. തേർഡ് റീസൺ നമുക്ക് ഫ്ലാഗ്ഡ് ആവാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽസ് സഡൻലി സ്റ്റാർട്ട്സ് അപ്പിയറിങ് ഇൻ അവർ CV. ലൈക്ക് 6 മാസം മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേന് യു ലിസ്റ്റഡ് സെലീനിയം ആസ് യുവർ പ്രൈം സ്കിൽ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് സഡൻലി ഇൻ യുവർ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾക്ക് ഒരുപാട് സ്കിൽസ് വെച്ചിരിക്കുകയാണ്. സെലീനിയം, പ്ലേറൈറ്റ്, സൈപ്രസ്, AWS, ഡോക്കർ. മേ ബി നമ്മൾ ഈ സ്കിൽസൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്ന് ഈ ലാർജ് നമ്പർ ഓഫ് അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ നമ്മുടെ CV-യിൽ അപ്പിയർ ചെയ്യുമ്പോഴത്തേന് ദാറ്റ് റേസസ് എ ഫ്ലാഗ്. അപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങും, do they actually have experience with these tools? So understand this, learning new skills is fantastic, but make sure you confidently can explain where and how you have used every skill listed on your CV. അപ്പോൾ എൻ്റെ CV-യിൽ എനിക്ക് ടെക്നോളജീസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷനിൽ ഞാൻ ബോട്ടമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നോട്ട് all of these tools has been something that I have done in the past, but that has been part of continuous learning എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ CV വെച്ചിട്ടുണ്ടായിരുന്നു. Because I kept on learning things, but that is not part of my previous experience. So നമ്മൾ പുതിയതായിട്ട് ഒരുപാട് സ്കിൽസ് പെട്ടെന്ന് അപ്പിയർ ചെയ്യുന്നത് ആൾക്കാർക്ക് they start suspecting us. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ടൂൾസൊക്കെ നമുക്ക് നമ്മുടെ CV-യിൽ വെക്കാം. We need to decide how we portray it. Okay? The fourth reason is keyword stuffing. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള മിക്കവാറുള്ള കീവേഡ്സ് എല്ലാം നമ്മുടെ CV-യിലോട്ട് അങ്ങ് സ്റ്റഫ് ചെയ്യും. എല്ലാം കൂടെ സ്റ്റഫ് ചെയ്ത് നമ്മുടെ CV-യിൽ കിട്ടും. ആൻഡ് സഡൻലി നമ്മുടെ എക്സ്പീരിയൻസ് സെക്ഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ദ CV സ്റ്റാർട്ട്സ് ലുക്കിംഗ് വെരി ആർട്ടിഫിഷ്യൽ. സോ that recruiters review thousands of CVs on a daily basis. They can usually tell when someone is listing skills versus demonstrating experience. അപ്പം ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ കീവേഡ് സ്റ്റഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പീരിയൻസ് സപ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഐ എം നോട്ട് 100% ഷുവർ. സോ ഇഫ് യു ആർ കീവേഡ് സ്റ്റഫിങ്, you need to prove it a point in the interview if you are getting an interview. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ CV-യിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഡെപിക്റ്റ് ചെയ്യാൻ പറ്റണം why you have listed those. So reason 5, multiple versions of your work history. ഇത് കൂടുതൽ സംഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനെ ഓവറായിട്ട് കസ്റ്റമൈസ് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഒരു പ്രൊജക്റ്റ് പറയുന്നു, വേറൊരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മളൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് പറയുന്നു, റെസ്പോൺസിബിലിറ്റീസ് മാറ്റുന്നു, കമ്പനിയുടെ ഡ്യൂറേഷൻ മാറ്റുന്നു, അച്ചീവ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എവൻച്വലി ലൈക്ക് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ദ സെയിം പേഴ്സൺസ് കരിയർ ഹിസ്റ്ററി being repeated. ശരിയല്ലേ? And recruiter starts wondering like which version is like actually true. So tailoring വളരെ important ആണ്, but make sure that tailoring should highlight relevant experience, not create different versions of your professional history. ഇനി reason number 6, fake or exaggerated experience. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ്റ്റേക്ക്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ CV-യിൽ വെക്കുകയാണ് ലൈക്ക് ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് നമുക്കില്ലാത്തത് നമ്മൾ വെക്കുകയാണ്, ആഡിങ് പ്രോജക്ട്സ് ദാറ്റ് യു ഹാവ് നെവർ വർക്ക്ഡ് ഓൺ, ഇൻക്രീസിങ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഓർ ടേക്കിംഗ് ക്രെഡിറ്റ് ഫോർ സമ്മൺ എൽസ് വർക്ക്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെക്കാം. ഞാൻ ഫേക്ക് ആയിട്ടൊന്നും വെക്കരുതെന്നല്ല പറയുന്നത്, ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദിസ് ബിഫോർ. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടുണ്ടാവണം. നമ്മളെന്ന് റൈറ്റ് ആയിട്ട് പ്രൊഫൈൽ ചെയ്ത് നമ്മൾ എങ്ങനെ വെക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ബിക്കോസ്
അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വലിയ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ സി വിനെയും നമ്മുടെ ആപ്ലിക്കേഷനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. സോ സി ബേസിക്കലി നമ്മളൊരു ജോലിക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്, ജോലിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെങ്കിലും നമ്മൾ നമ്മുടെ ക്രെഡിബിലിറ്റി കളയുന്ന രീതിയിലായിരിക്കരുത് ഇത് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴോ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഡോണ്ട് സ്റ്റാർട്ട് അപ്ലൈയിങ് ഫോർ ജോബ്സ് അൺലെസ് യു ആർ റെഡി. സോ ആ റെഡി എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ സി വിയും നമ്മുടെ പ്രീവിയസ് പ്രൊഫൈലും ഒക്കെ നമ്മൾ എങ്ങനെ പോർട്രേ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷമേ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങാവുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ ഡോണ്ട് കോൾ ഇറ്റ് നമ്മൾ ജോലിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഐ ഡോണ്ട് കോൾ ഇറ്റ് ഫേക്കിംഗ് ഓർ എനിത്തിങ്. പക്ഷേ നമ്മൾ അങ്ങനെ പിന്നെ ചെയ്യുമ്പോഴത്തേന് ഇറ്റ് ലുക്സ് ലൈക്ക് ഫേക്കിംഗ് ആൻഡ് ദാറ്റ് ക്യാൻ അഫക്റ്റ് യുവർ ക്രെഡിബിലിറ്റി ഹയർ. സോ ആദ്യമേ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്രൊഫൈൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ സി വി, ലിങ്ക്ഡിനും കവർ ലെറ്ററും എല്ലാം നമ്മൾ പോർട്രേ ചെയ്യേണ്ടത്. അത് നമുക്ക് തോന്നുന്ന പോലെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺട്രോൾ പോവും. നമ്മൾ ഏത് രീതിയിലാണ് ഇത്രയും കാലം അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല, നമ്മുടെ ക്രെഡിബിലിറ്റി ഒക്കെ എവിടെ ലോസ്റ്റ് ആയെന്ന്. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. നമ്മൾ ആദ്യമേ അതിന് വേണ്ടി റെഡി ആയിരിക്കണം. സോ വി നീഡ് ടു തിങ്ക് അബൌട്ട് ഹൗ വി ആർ ഗോയിങ് ടു അപ്ലൈ. നമ്മുടെ ഡേറ്റ്സും നമ്മുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും പ്രോജക്ട്സും നമ്മൾ എങ്ങനെയാണ് പോർട്രേ ചെയ്യാൻ പോകുന്നതും ഒക്കെ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ജോലിക്ക് അപ്ലൈ തുടങ്ങാൻ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തോന്നുന്ന പോലെ നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് വി ആർ ഫേക്ക്, നമ്മുടെ ഒരു എക്സാജറേറ്റഡ് എക്സ്പീരിയൻസ് ആണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന പല റീസൺസ് ഉണ്ടല്ലോ, ലൈക്ക് ദ റീസൺസ് ദാറ്റ് യുവർ സി വിസ് ക്യാൻ ഗെറ്റ് ഫ്ലാഗ്ഡ്. അപ്പം റിക്രൂട്ടർ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് വർക്ക് വേർഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, കീവേഡ് സ്റ്റഫിങ് അല്ലെങ്കിൽ ഇതുപോലുള്ള റീസൺസ് ഒക്കെ കാണുമ്പോഴത്തേന് അവർ നമ്മുടെ സി വിയെ പറ്റി ഒരു നോട്ട് എഴുതി വയ്ക്കും. ലൈക്ക് they might write some notes that says that the CV is not really authentic or something like that. അപ്പോൾ അങ്ങനെ അവർ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേന് അവർ നമ്മളെ കൺസിഡർ ചെയ്തില്ല. ദിസ് ഇസ് വാട്ട് യു കോൾ CV ഫ്ലാഗിങ്. സോ അങ്ങനെ അവർ എഴുതി വെക്കുമ്പോഴത്തേന് വാട്ട് റിയലി ഹാപ്പൻസ് ഇസ് നമുക്ക് ഫ്യൂച്ചറിൽ വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് പോകും. സോ ഈ ഫേക്ക് ആയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദാറ്റ് ക്യാൻ ഗെറ്റ് കോട്ട്. ഫേക്കായിട്ടൊന്നും വെക്കരുതെന്ന് ഞാനത് പറയില്ല. ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് യു ആർ ട്രൈങ് ടു ഡു സംതിങ്, ഡു ഇറ്റ് ഏർലിയർ. ഡോണ്ട് മേക്ക് ഇറ്റ് ടു ലേറ്റ് ആൻഡ് ടു മേക്ക് ഇറ്റ് ഡിറ്റക്റ്റബിൾ. അത് പിന്നെ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് ഒരിക്കൽ ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ നമുക്കത് യു കാൺട്ട് റിയലി ഗെറ്റ് ഇറ്റ് ബാക്ക്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ് ആൻഡ് ഡു ഇറ്റ് റൈറ്റ്. അപ്പോൾ റീസൺ 6 ഞാൻ പറഞ്ഞത് ഫേക്ക് ഓർ എക്സാജറേറ്റഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ പോലെ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് റെഡി ഫസ്റ്റ്. നമ്മളെ റൈറ്റ് ആയിട്ട് എങ്ങനെ പ്രൊഫൈൽ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്ത് അങ്ങനെ ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ റൈറ്റ് ആയിട്ട് വെച്ചൊരു CV ഉണ്ടാക്കി ആ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ റൈറ്റ് ആയിട്ട് കവർ ലെറ്റർ മേക്ക് ചെയ്ത് ലിങ്ക്ഡിനും അപ്ഡേറ്റ് ചെയ്ത് ആ CVക്ക് ബേസിസ് ആയിട്ട് നമ്മുടെ സ്റ്റാർ സ്റ്റോറീസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ലുക്സ് ലൈക്ക് വൺ കോർ ട്രൂത്ത്. ശരിയല്ല, ആ വൺ കോർ ട്രൂത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ തിങ്ക് ഓഫ് ദിസ് ലൈക്ക് ദിസ്. യു ടേക്ക് ഓൾ യുവർ ടൈം, പ്രിപ്പയർ യുവർ മാസ്റ്റർ CV. Once you have prepared your master CV, use that master CV as the basis to prepare your cover letter, LinkedIn, your interview questions and answers and things like that. And now everything starts getting very connected and you become very credible. So, reason 7, frequent duplicate applications. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാനുവരിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് യു അപ്ലൈഡ് വിത്ത് വൺ വേർഷൻ, മാർച്ചിൽ നമ്മൾ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വേർഷൻ വെച്ച് അപ്ലൈ ചെയ്യാം, ജൂണിൽ നമ്മൾ വേറൊരു വേർഷൻ വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പം തന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി പോയി. ശരിയല്ല, ബിക്കോസ് വി ആർ ലൈക്ക് ഫ്രീക്വൻറ്റ് പുട്ടിങ് ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് ദാറ്റ് മേക്സ് ദം ഫീൽ that this person is not really that authentic and ഈ എക്സ്പീരിയൻസിനെ അവർ ബിലീവ് ചെയ്യത്തില്ല. ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ this is all connected to everything. Information doesn't match other documents. So for example, CV, LinkedIn, cover letter, portfolio, interview answers, ഇതെല്ലാം സെയിം കോർ സ്റ്റോറി ആയിരിക്കണം. സോ റൈറ്റ് നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഫ്ലാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നതിന് മുന്നെയാണ്. സോ ഫോർ ദിസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ CV
നമ്മുടെ കവർ ലെറ്ററും നമ്മുടെ ലിങ്ക്ഡിനും നല്ലപോലെ മാച്ച് ചെയ്യണം. ദ റെസ്റ്റ് ഓഫ് ദോസ് തിങ്സ് ലൈക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതൊക്കെ പിന്നെയല്ലേ വരുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് എ മാസ്റ്റർ സി വി. ആ മാസ്റ്റർ സി വി ബേസ് ചെയ്തിരിക്കുന്ന കോർ ട്രൂത്ത് ആൻഡ് എക്സ്പീരിയൻസസ് ആയിരിക്കണം നമുക്ക് കവർ ലെറ്ററിൽ പറയാൻ പറ്റുന്നതും ലിങ്ക്ഡിനിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇഫ് യു കീപ്പ് ഇറ്റ് റിയലി സെയിം, നമ്മുടെ പ്രൊഫഷണൽ ജേർണി നമുക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ബിൽഡ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ്. സോ these are the number of reasons that can cause your CV to get flagged. സോ എനിക്ക് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ റെഡി ആയിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 1. നമ്മൾ റെഡി ആവണമെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു സ്റ്റാർട്ട് പ്രൊഫൈലിംഗ്. പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഓൺ എ ഡിഫറെൻറ്റ് വീഡിയോ ബിക്കോസ് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ മാസ്റ്റർ സി വി ഉണ്ടാക്കുക. നമ്മുടെ മാസ്റ്റർ സി വിൻ്റെ ബേസിസിൽ നമ്മൾ നമ്മുടെ കവർ ലെറ്റർ ടൈലർ മേക്ക് ചെയ്യുക. ഐ മീൻ യു ക്യാൻ ചേഞ്ച് യുവർ കവർ ലെറ്റർ ഹൈലൈറ്റിംഗ് യുവർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ബട്ട് മാസ്റ്റർ സി വി ആണ് നമ്മുടെ ബേസിസ്. മാസ്റ്റർ സി വി ബേസ്ഡ് ആയിട്ട് നമ്മൾ ലിങ്ക്ഡിനും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക ആൻഡ് കീപ് ദിസ് ട്രൂത്ത് കൺസിസ്റ്റൻറ്റ് ഫോർ എവർ ആസ് ലോങ് ആസ് യു ഗെറ്റ് യുവർ ഫസ്റ്റ് റോൾ. ഐ മീൻ ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ ക്രെഡിബിലിറ്റി ഇൻ എ ഹയർ സ്കെയിൽ ദാൻ യു ക്യാൻ ഇമാജിൻ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. Hope this helps. Small steps, big wins.